തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നതിനിടെ ഇടുക്കിയിൽ രാഷ്ട്രീയ സംഘർഷം വീണ്ടും ശക്തമാകുന്നു. LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ ഫ്ലക്സ് നശിപ്പിച്ചതായി പരാതി. പഴയരിക്കണ്ടം മേഖലയിൽ സർക്കാരിന്റെ അഭിമാന പദ്ധതിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലക്സാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതും പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനുമിടെയാണ് സംഭവം. ഇടുക്കി ജില്ലയിലെ പഴയരിക്കണ്ടം പ്രദേശത്ത് LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ ഫ്ലക്സിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ തേച്ച് നശിപ്പിച്ചതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ പഴയരിക്കണ്ടംകുത്ത് ജലസേചന പദ്ധതിക്ക് 28 കോടി രൂപ അനുവദിച്ചതിനെ അഭിനന്ദിച്ച നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലക്സാണ് നശിപ്പിക്കപ്പെട്ടത്. ഓയിൽ പോലുള്ള ദ്രാവകങ്ങൾ തേച്ചാണ് ഫ്ലക്സ് കേടുപാടുകൾ വരുത്തിയതെന്നാണ് LDF മേഖലാ കമ്മിറ്റി ആരോപിക്കുന്നത്. ഇത് റോഷി അഗസ്റ്റിന് നേർക്കല്ല, പ്രദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങളോടുള്ള വിദ്വേഷമാണ് പ്രവൃത്തിയിലൂടെ പുറത്തുവരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ബഹുമാനായ ജലസേന വകുപ്പ് മന്ത്രി പഴയരിക്കണ്ടംകാർക്ക് വേണ്ടി 28 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കി. ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്ന ഫ്ലെക്സ് വെച്ചതിൽ ഏതോ സാമൂഹ്യ വിരുദ്ധര് ബഹുമാനായ മന്ത്രിയുടെ മുഖത്ത് എന്തോ വസ്തുക്കൾ തേച്ച് അത് മലിനമാക്കിയിരിക്കുകയാണ്. ഇത് മന്ത്രിയുടെ മുഖത്തല്ല, ഈ നാട്ടിലെ 1000-ൽ പരം വരുന്ന കൃഷിക്കാർക്ക് ജലസേന സൗകര്യം ഒരുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ നാട്ടിലെ ഗുണഭോക്താക്കളായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുഖത്താണ് ഈ കരിവാരി പറയുകയാണ്. പഴയരിക്കണ്ടം കുത്ത് ജലസേചനവും ടൂറിസം പദ്ധതിയും പ്രദേശത്തിന്റെ വികസനത്തിന് നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. നബാർഡ് സഹായത്തോടെ 28 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയതായി LDF നേതാക്കൾ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി.